സാറേ, നികേഷ് കുമാർ 28 കൊല്ലത്തെ മാധ്യമ പ്രവർത്തനത്തിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതാണ് വാർത്തകൾ. വാസ്തവം വല്ലതും ഉണ്ടോ? സാധ്യതയുണ്ട്. അല്ല, നികേഷ് ബേസിക്കലി ഒരു പൊളിറ്റിക്കൽ ആനിമലാണ്. നമുക്കൊരു അച്ഛൻ്റെ ഭയങ്കര രാഷ്ട്രീയക്കാരനായിരുന്നു. നികേഷിൻ്റെ ഉള്ളിൽ ആ ഒരു കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ സാധനങ്ങളുണ്ട്. അങ്ങനെയാണ് നികേഷിൻ്റെ വാർത്തയൊക്കെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഒരു ആക്ടിവിറ്റിൻ്റെ സ്വഭാവമൊക്കെ അദ്ദേഹത്തിനുണ്ട്. എം പി രാഘവൻ്റെ മോൻ അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷെ അവൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എം പി രാഘവൻ അവിടുത്തെ ആ കണ്ണൂർ കരിവള്ളൂരിലെ ധർമ്മടത്തെ ആ മണ്ണിൽ പൊളഞ്ഞു വന്ന ആളാണ്. അതിൽ നിന്ന് ഉണ്ടായി വന്ന ഒരാളാണ്. നികേഷ് അങ്ങനെയല്ല. സിറ്റിയിൽ അച്ഛൻ MLA മന്ത്രിയൊക്കെ ആയിരുന്നു. അവിടെ യുവാന്യൂസിൽ പഠിച്ചിരുന്നു. യുവാന്യൂസിൽ അങ്ങനെ ഒരു പട്ട് വിരിച്ച പാതയിലൂടെ വന്ന ഒരാളാണ്. അപ്പോൾ എം പി രാഘവനെ പോലെ താഴെ തട്ടിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ നികേഷിന് എത്രത്തോളം പറ്റും എന്നുള്ളത് ചോദ്യമാണ്. കാരണം നികേഷ് അന്ന് ആ കിണറിലിറങ്ങിയില്ല, അന്ന് അയാളെ അവിടെ ജയിച്ചു വന്നു. അഴീക്കോട് ഞാനൊക്കെ പോയിട്ടുണ്ട്. അന്ന് അഴീക്കോട് മൂപ്പര് നമ്മൾക്ക് സാധ്യത ഉണ്ടാവുമെന്ന്, നമ്മൾക്കൊരു സ്വാധീനം ഉണ്ടാവുമെന്ന് പാർട്ടി കരുതിയ ചില സ്ഥലങ്ങളിൽ നികേഷിന് വേണ്ടി സംസാരിക്കാൻ ഞാൻ പോയിരുന്നു. അപ്പം നികേഷ് അന്ന് ജയിക്കേണ്ടതായിരുന്നു. സത്യത്തിൽ ആ കിണറിലിറങ്ങിയപ്പോൾ ഇയാളൊരു മലബാറിലൊക്കെ പ്രത്യേക ഒരു സംഭവമുണ്ട്. കാരണം ഒരു പൊങ്ങച്ചം ഉടായ്പ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആളുകൾ പ്രത്യേകം മലബാർ കണ്ണൂരാർക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. ഒരു പച്ച മനുഷ്യന്മാരാണ്. അതുകൊണ്ടാണ് ചെറിയ വോട്ടിനാണ് അങ്ങനെ തോറ്റത്. പിന്നെ കേസിന് പോയി അങ്ങനെ ജയിക്കുകയും ചെയ്തു. അപ്പം അതാണ് നികേഷിൻ്റെ പ്രോബ്ലം. അപ്പോൾ എം പി രാഘവൻ ഒരിക്കലും ഇങ്ങനെ അബദ്ധം പറ്റിയത്. എം പി രാഘവൻ ജീവിതത്തിൽ ആകപ്പാടെ പറ്റിയ അബദ്ധം ബദൽ തീസിസ് കൊണ്ടുവന്നത്. അത് കൃത്യമായിരുന്നു. പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം അദ്ദേഹത്തിന് കൂടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് പാർട്ടിയെക്കാളും വളരുന്നു എന്നൊരു ഫീല് വന്ന സമയത്ത് അദ്ദേഹത്തിന് ഒഴിവാക്കാനൊരു കാരണം കണ്ടുപിടിച്ചു എന്നുള്ളത്. അല്ല, എം പി രാഘവൻ്റെ കരിയർ നിങ്ങൾ എടുത്തു നോക്കിയാൽ എം പി രാഘവൻ ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. ക്ലിനിക്കൽ പൊസിഷൻ അല്ല എം പി രാഘവൻ. ഇപ്പോൾ എം പി രാഘവൻ്റെ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നാണ് അറിയണമെങ്കിൽ ഇപ്പോൾ പിണറായിനെ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ വലങ്കൈ ആയിരുന്നല്ലോ കണ്ണൂർ, പ്രധാനപ്പെട്ട ആളായിരുന്നു. പക്ഷേ എന്നാൽ അവർക്കിടയിൽ ചില പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പിണറായി ആയിരുന്നു ശരി. അതിൻ്റെ ഒരു വിലയും പിണറായി ചെറുതായിട്ട് കൊടുക്കേണ്ടി വന്നിട്ട്. എങ്കിൽ പോലും ഇന്നിപ്പോൾ പിണറായിസമാണല്ലോ പാർട്ടി. പിണറായിസം ബേസിക്കലി എം പി രാഘവൻ്റെ സാധനങ്ങളൊക്കെ തന്നെയാണ്. ലീഗുമായിട്ടുള്ള ബന്ധമാണെങ്കിലും മൈനോറിറ്റീസായിട്ടുള്ള ബന്ധമാണെങ്കിലും ഈ മസ്ലിം പിടുത്തം ഒഴിവാക്കുന്നതാണെങ്കിലും പിണറായി മസ്ലിം പിടുത്തം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജിൻ്റെ ഭാഗമായ മസ്ലിം പിടുത്തം നമുക്ക് ഫീൽ ചെയ്യുന്നല്ലാതെ അദ്ദേഹം പേഴ്സണലി അങ്ങനെ ഒരു മസ്ലിം പിടിച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളോ ജനങ്ങൾ പാർട്ടിക്കാർ ഫുൾ ടൈം മസ്ലിം പിടിച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. അതുകൊണ്ടാണ് CIT-ൻ്റെ നോക്കുകൂലിക്കെതിരെ അതിനെ ശക്തമായ നിലപാടെടുത്തത്. CIT-കാരെ പാർട്ടിയിൽ നിന്ന് വെട്ടിയെടുക്കുന്നതിന് പിണറായി ആയിരുന്നു BS-ൻ്റെ കൂടെ ഉണ്ടായിരുന്നു. BS-ന് കുറേ മസ്ലിം പിടുത്തമുണ്ടല്ലോ. അതായത് പിണറായിയുടെ കാലഘട്ടത്തിൽ ഈ പാർട്ടിക്കാരുടെ മസ്ലിം പിടുത്തം കുറഞ്ഞതാണ്. പക്ഷേ അവർക്ക് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് ബിസിനസ്സും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഇപ്പോൾ ജീവിക്കാൻ പറ്റും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ബിസിനസ്സൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്തു? ആളുകൾ അതൊരു വ്യതിയാനമായി കണ്ടു. ഈ കാലഘട്ടത്തിൽ എല്ലാ പാർട്ടിക്കാരും എത്ര കാലം ഈ ദിനേശ് പിടിയും വലിച്ച് ജീവിക്കും? മക്കൾ പോയി പണി നോക്കാൻ പറയില്ലേ? അതൊരു ഫാക്ടറാണ്. അപ്പം എം പി രാഘവൻ്റെ മകൻ എന്ന രീതിയിൽ ആ ജീൻ തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അത് സത്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ നല്ല എഡ്യൂക്കേഷനും അദ്ദേഹത്തിൻ്റെ മീഡിയനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അവഗാഹവും ഈസ് നോട്ട് എ വെരി ഗുഡ് ഓൺട്രപ്രനർ, ഈസ് നോട്ട് എ വെരി ഗുഡ് ബിസിനസ് മാൻ. പക്ഷെ അദ്ദേഹം നല്ലൊരു മാധ്യമപ്രവർത്തകനായിരുന്നു. ആ മാധ്യമപ്രവർത്തകൻ എന്ന രീതി മറ്റുള്ളവരെക്കാട്ടൊരു എഡ്ജ് അദ്ദേഹത്തിന് വരാൻ കാരണം ഇതാണ്, ഈ എം പി രാഘവൻ്റെ ജീനാണ്. കാരണം ആ പൊളിറ്റിക്കൽ ആ ഒരു സാധനം, ഒരു ആക്ടിവിറ്റിൻ്റെ സ്വഭാവം അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലെല്ലാം ഉണ്ടായിരുന്നു. അത് പല സിനിമയും ദിലീപ് കളിയാക്കി കാണിച്ചിട്ട് ഇങ്ങനെ ചരിഞ്ഞിരുന്ന് വാർത്ത വായിക്കുന്ന ഇങ്ങനെ ഇരുന്നിട്ട് സാധാരണ എല്ലാവരും അന്ന് ഓർമ്മല്ലോ, നിങ്ങളൊക്കെ അന്ന് മീഡിയയിൽ ഉണ്ടായിരുന്ന ആളുകളല്ലേ, ക്യാമറ നോക്കി ഇങ്ങനെ ഇത് വായിക്കണമായിരുന്നു. നികേഷ് ഇങ്ങനെ ഇരുന്നിട്ട് അതൊരു പാരഡൈം ഷിഫ്റ്റ് ആയിരുന്നു. ഇപ്പോഴും മിമിക്രിക്കാർ കളിയാക്കുന്നത് അല്ലെങ്കിൽ മാതൃകയാക്കുന്നത് നികേഷിൻ്റെ പ്രസൻറ്റേഷനാണ്. അപ്പോൾ അതുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം കുറേയൊക്കെ നമ്മുടെ കേരള സമൂഹം അടിമുടി മധ്യവർഗവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. എം പി രാഘവൻ്റെ കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കേരളമല്ല ഇന്നത്തെ കേരളം. മറിച്ച് ഇന്നത്തെ കേരളം എന്ന് വെച്ചാൽ ഔഡി കാറിൻ്റെയും ആപ്പിളിൻ്റെയും ഔഡി കാർ ആപ്പിളിൻ്റെയും പിന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെയും തലശ്ശേരി കണ്ണൂർ എയർപോർട്ടിൻ്റെയൊക്കെ കേരളമാണ്. അപ്പോൾ ഒരു മധ്യവർഗവൽക്കരിക്കപ്പെട്ട കേരളത്തിലുള്ള ഒരു 40 ശേഷമുള്ള തലമുറയ്ക്ക് നികേഷിനെ മനസ്സിലാവും. കാരണം അവർ ഈ പറയുന്ന ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ച് യുവാന്യൂസ് കോളേജുകളിൽ പഠിച്ച് ഒരു ഹൈപ്പർ റിയാലിറ്റിയിൽ ജീവിക്കുന്ന, ഹൈപ്പർ റിയാലിറ്റിയിലുമായി ജീവിക്കും. മഴ പെയ്യുമ്പോഴാണ് അവർ റിയാലിറ്റിയിലേക്ക് വരിക, അല്ലെങ്കിൽ കറണ്ട് പോകുമ്പോഴാണ് റിയാലിറ്റിയിലേക്ക് വരിക. ഒരു ഹൈപ്പർ റിയാലിറ്റി ജീവിക്കുന്നവരാണ് കേരളത്തിലെ ഒരു 30% അല്ലെങ്കിൽ 20% ആളുകളുണ്ട്. ഈ എം വി രാഘവനോ നികേഷ് കുമാറിനെ പറ്റി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീനാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ഒരു എനർജിയൊക്കെ ഉണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റദ്ദേഹം മണ്ണിൻ്റെ മകനായിട്ട് നിന്ന ആൾ. പക്ഷേ ഇദ്ദേഹത്തെ പറ്റി ഈ പറഞ്ഞതുപോലെ ആ എനർജി വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടി അല്ല, കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത രീതിയിലേക്ക് പണ്ടെങ്കിലും
കുറച്ച് നാൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം നമ്മുടെ കോടിയേരിയുടെ മക്കളുടെ ഒരു കാര്യം പറഞ്ഞ പോലെ എനിക്ക് അറിയാവുന്ന, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, ഞാൻ പേര് പറഞ്ഞത്, അദ്ദേഹം മരിച്ചുപോയി. അന്ന് കമ്മ്യൂണിസ്റ്റ് CPIയുടെ വലിയ നേതാവാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞു, ഇദ്ദേഹം മന്ത്രിയായിട്ടിരുന്ന സമയത്ത് ഒരു ദിവസം രാത്രി തലവേദനയായിരുന്നു ഈ മകൻ എന്നാണ് പറഞ്ഞത്. മന്ത്രിയായിട്ടിരുന്ന ഒരു ദിവസം രാത്രി സ്റ്റേറ്റുകാരുടെ അടുത്തുകൊണ്ട് പോയി ഇടിച്ചു. രാജ്കി രാമാനം അത് ആരും അറിയാതെ, പത്രക്കാരറിയാതെ തിരിച്ച് നികേഷ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ളൊരു നികേഷ്, ഒരു എം വി രാഘവനെ അറിയാമല്ലോ, കേരളം മൊത്തവും അംഗീകരിക്കുന്നതും എവിടെയും. അല്ല, അത് ഞാൻ പറഞ്ഞു, എല്ലാ മനുഷ്യന്മാർക്കും അവരെ നിങ്ങൾ ചേഞ്ച് നോക്കിയാൽ പേഴ്സണൽ ലൈഫിൽ ചില ഇത്തരം ട്രേഡ്സ് ഉണ്ടാവും. അത് ഓരോരോ ഏജിന്റെ ഒക്കെ പ്രശ്നങ്ങളാണ്. അതെടുത്ത് നോക്കിയാൽ ഒരാൾ മഹാനല്ല, ഇൻക്ലൂഡിംഗ് മഹാത്മാഗാന്ധി. പക്ഷെ അത് പറയുമ്പോൾ നമ്മുടെ പിണറായി സാറിന്റെ മക്കളെ രണ്ടുപേരെ ഇപ്പൊ ഈ ആരോപണം വരുന്നെങ്കിലും ബാക്കിയുള്ള എല്ലാവരുടെയും പേരിൽ, ശ്രീമതിയുടെ പേരിൽ അല്ലെങ്കിൽ കൊടിയേരുടെ പേരിൽ, ഇവിടെയൊക്കെ വന്നപ്പോൾ ആ 2 പിള്ളേരുടെയും പേരിൽ ഒരു ആരോപണവും ഇല്ല. അവരുടെ പേരിൽ വേറെ ആരോപണം ഉണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ആരോപണം ഒന്നും നേരിട്ട് കണക്ട് ചെയ്യാനും പറ്റില്ല. ഇപ്പം കർത്തേനെ മണൽ വാരാൻ സഹായിക്കുന്നതിന് ആ സമയത്ത് മണൽ വാരൽ നടന്നിട്ടില്ല ഈ പറയുന്ന സാഹചര്യത്തിൽ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ ടെക്നിക്കൽ ആസ്പെക്റ്റ് അത്ര ആളുകൾ അതിൽ പോകത്തത്. ഇപ്പോഴും ഈ പറയുന്നതിൻ്റെ മാതിരി ആരോപണങ്ങളെ ഇതൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 2 പിള്ളേരെ പറ്റി, പിണറായി സാറിന് 2 മക്കളെ പറ്റി ആരോപണം വരുന്നതിലെ ഒന്നും സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഇലക്ട്രോട്ടിനൊക്കെ ചിലപ്പോൾ സ്വാധീനിക്കാൻ പറ്റിയില്ല, പറഞ്ഞു പറ്റിക്കാൻ പറ്റി. പക്ഷേ നിയമത്തിന് മുന്നിൽ സ്റ്റാൻഡ് ചെയ്യണ്ടേ? ആ നിയമത്തിന് മുന്നിൽ സ്റ്റാൻഡ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സോഫ അത് ഭയങ്കര ഫ്രിവിലസ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റാണ്. പിന്നെ മാത്യു കോയലിനാടൻ തന്നെ അതിൽ നിന്നൊക്കെ പിന്തിരിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോൺ ജോർജ് മാത്രമാണ് ഇത് ലൈവായി നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പം പിന്നെ ആ ഏജ് നമ്മൾ മഹാത്മാഗാന്ധി പോലും ആ കാലഘട്ടത്തിൽ അദ്ദേഹം സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അദ്ദേഹം തുറന്നു വന്നില്ല. അത് ആ ഏജിൻ്റെ പ്രശ്നമാണ്. ആ ഏജൊക്കെ കഴിഞ്ഞ് നമ്മളാവുന്ന ഒരു കാലം ഉണ്ടല്ലോ, നമ്മളാവുന്ന കാലഘട്ടത്തിൽ നികേഷ് അങ്ങനെയുള്ള ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹം പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചു, അതൊക്കെ വളരെ അവരായി തന്നെ ജീവിക്കുന്നു. അതൊക്കെ വലിയ പോസിറ്റീവായ ഒരു കമ്മ്യൂണിസ്റ്റ്. പിന്നെ മാത്രമല്ല നികേഷിന് എനിക്ക് പേഴ്സണായിട്ട്, നിങ്ങൾക്ക് അറിയാലോ, പേഴ്സണായിട്ട് അറിയാം, കുറേ കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ബ്ലഡിലുണ്ട്, അദ്ദേഹം സംസാരത്തിലുണ്ട്. അപ്പോൾ അദ്ദേഹം സുരേഷ് ഗോപിയെ പറ്റി പറയുന്ന പലപ്പോൾ എനിക്ക് പിടിക്കാറില്ല. അപ്പോൾ ഞാൻ ആ പാനലുണ്ടെങ്കിൽ ഞാൻ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. നാളെ നമ്മുടെ രാഹുൽ ഈശ്വർ പൊട്ടിത്തെറിച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ CPM കടന്നു വരാറുണ്ട്. CPM-കാരനാണ്, CPI-യോ അല്ലെങ്കിൽ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല. ഇപ്പം MV രാഘവൻ്റെ തന്നെ നമ്മൾ ആദ്യകാലത്ത് ജീവിതം തലശ്ശേരി പോയി അന്വേഷിച്ച അത്തരം വിഷയങ്ങളുണ്ടാവും. ചിലതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മളത് പറയാത്തതുകൊണ്ടാണ്. അത് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളറിയുന്ന നികേഷ് കൊള്ളാം. പിന്നെ അദ്ദേഹത്തിന് ഒറ്റ പ്രശ്നമുള്ളൂ, ഈ ഹൈപ്പ് ഒരു പരിധി കൂടുതൽ ഹൈപ്പിൻ്റെ പിന്നാലെ പോകരുത്. ജോൺ ബിട്ടാസിനെ കണ്ടുപിടിക്കണം, കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കണം. നല്ല ഇംഗ്ലീഷ് ഉണ്ടല്ലോ, അത്യാവശ്യം ഹിന്ദി ഉണ്ട്. ഡൽഹിയിലെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് ഡൽഹിയിൽ നിന്ന സമയത്ത് ബന്ധവുമുണ്ട്. ഇതൊക്കെ ജോൺ ബിട്ടാസിൻ്റെ അസറ്റ് ബേസിക്കലി ഇതൊക്കെ തന്നെയാണ്. അല്ല, ജോൺ ബിട്ടാസ് ഈ പറഞ്ഞ ചളി കടന്നിട്ട് കൊടി പിടിച്ച് അടി കിട്ടിയിട്ടൊന്നല്ല. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ഈ പാർട്ടിയുടെ ഏറ്റവും നല്ല പെർഫോമൻസിൽ ഒരാളാണ് ജോൺ ബിട്ടാസ്. അതുപോലെ നിയമസഭയിലും നല്ല പെർഫോമർ ആകാൻ പറ്റും നികേഷിന്. ജോൺ ബിട്ടാസ് ഡൽഹിയിലാണ്, നികേഷിന് ഇവിടെ ആകാൻ പറ്റും. പിന്നെ കണ്ണൂർ ഇപ്പോൾ ലീഡർഷിപ്പ് വാക്കുണ്ട്. സഖാ പിണറായിക്ക് ശേഷം P ജയരാജനാണ് സത്യത്തിൽ അടിമുടി യാത്ര സമഗ്രമായ സ്വാധീനമുള്ളൊരു നേതാവ്. പക്ഷേ അദ്ദേഹത്തെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് അദ്ദേഹം ഇപ്പോഴത്തെ അത്ര സജീവമല്ല പാർട്ടി, സ്റ്റേറ്റ് കമ്മിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഒരു പക്ഷേ നികേഷിന് ഫില്ല് ചെയ്യാൻ പറ്റുമോ? നികേഷിന് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ ന്യൂ ജനറേഷനായി നികേഷിന് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നികേഷ് കഴിഞ്ഞ തവണ ഈ പിന്നെ കിണറ്റിലിറങ്ങിയതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഓൾഡ് ജനറേഷനാണ് പ്രശ്നമായത്. അവർ ഈ പറയുന്ന പൊങ്ങച്ചോം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് പിടിക്കും, തിരുവിതാംകൂർ സ്റ്റൈലൊന്നും അവർക്ക് പിടിക്കില്ല. അപ്പോൾ മുമ്പരത് കിണറിലിറങ്ങേണ്ട ആവശ്യമില്ല. എന്തിനാണ് കിണറിലിറങ്ങി എനിക്കിപ്പോഴും മനസ്സിലായിട്ട്. അത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഗോവിന്ദൻ മാഷ് ഇനിയിപ്പോൾ മത്സരിക്കാൻ സാധ്യതയില്ല. പാർട്ടി സെക്രട്ടറി മത്സരിക്കുന്നത്. അപ്പം ആ സീറ്റ് ഒഴിവ് വരുമല്ലോ അവിടെ ഉള്ളത്, പിന്നെ തലപ്പറമ്പ് സീറ്റ്. അപ്പോൾ അവിടെ നികേഷിനെ നിർത്തി ജയിപ്പിക്കാൻ സാധ്യതയുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിണറായി സഖാവ് അടുത്ത മുഖ്യമന്ത്രി ആയില്ലെങ്കിലും LDF ആണ് വരുന്നതെങ്കിൽ മൂപ്പര് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കും, മിനിസ്റ്ററോ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നികേഷ് സ്വയം മനസ്സിലാക്കി ഹീസ് നോട്ട് എ ബിസിനസ് മാൻ. അദ്ദേഹം നല്ലൊരു ആക്ടിവിസ്റ്റാണ്. അത് നല്ലൊരു പൊളിറ്റീഷ്യനും അദ്ദേഹത്തിലുണ്ട്. ഈ ബിസിനസ് മാൻ്റെ ബുദ്ധി അവിടെ പ്രയോഗിക്കരുത്. ബിസിനസ് മാൻ എന്നുള്ള ദിലീപിയൊക്കെയാണ് ബിസിനസ് മാൻ. ഇവരെ ഫ്രണ്ട്സായിരുന്നല്ല പണ്ട്. ദിലീപൊക്കെ ബിസിനസ് മാനാണ്. മോഹൻലാൽ പോലും ബിസിനസ് മാനല്ല. മമ്മൂട്ടി പോലും ബിസിനസ് മാനല്ല. അത് വേറൊരു ഏരിയയാണ്. ദിലീപ് സിനിമക്കാരുടെ കൂടെ സെലിബ്രിറ്റിയുടെ ബിസിനസ് മാൻ. ജോൺ ബിട്ടാസിന് ബിസിനസ് മാൻ ആവാൻ പറ്റും. ആ നാക്കുണ്ട്, ദിലീപിനുണ്ട്. അപ്പോൾ ആ സ്വന്തം പരിമിതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ വാവിട്ട തോന്നിയ പോലെ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്. ഇപ്പം മാധ്യമപ്രവർത്തനാകുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു പാർട്ടിയുടെ ഭാഗം, നിങ്ങൾ ആ പാർട്ടിയുടെ ഭരണഘടനയുണ്ട്, അതിനെ ആ പാർട്ടിയെ ബഹുമാനിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ആ പാർട്ടിയെ എന്ത് പറഞ്ഞാലും വെറുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ്റെ പ്രിവിലേജ് ഒരിക്കലും ആർക്ക് കിട്ടില്ല, ഒരു രാഷ്ട്രീയക്കാരൻ. അവിടെയാണ് MV രാഘവൻ നിന്ന് കൂടുതൽ പാഠങ്ങൾ അദ്ദേഹം പഠിക്കേണ്ടത്. അല്ലെങ്കിൽ MV രാഘവൻ ആ സ്പേസ് കൃത്യമായിട്ട് അറിയാമായിരുന്നു. മിസ്ഫയർ ചെയ്ത ഒരു ഡയലോഗ് പോലും MV രാഘവൻ്റെ ഭാഗത്തില്ല.
ഗുണത്തിനാണോ ദോഷത്തിനാണോ എം വി രാഘവന് കൃത്യമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാൻ അറിയാം. അപ്പം മാധ്യമപ്രവർത്തകൻ എന്നുള്ള കാര്യം ഇനി അത് ഇറേസ് ചെയ്ത് കളയണം. കാരണം പിന്നെ കണ്ണൂരൊക്കെ നമ്മൾ പാലാണെങ്കിൽ അവിടെ പാർട്ടി ഓഫീസിലൊക്കെ കയറി ചെല്ലുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വിലയൊന്നും ഉണ്ടാവില്ല. അവരാ പാർട്ടിയുടെ ഹൈറാക്കിയെ മാത്രമേ അവർ ബഹുമാനിക്കുള്ളൂ. എനിക്ക് കൃത്യമായിട്ട് അറിയാം. പാർട്ടി ഹൈറാക്കി അവർ ബഹുമാനിക്കും. നിങ്ങൾ എന്താ അല്ല മമ്മൂട്ടിയൊക്കെ ആയിരിക്കണം. മമ്മൂട്ടി പിന്നെ ഫിലിം സ്റ്റാർക്ക് ആയതുകൊണ്ട് അതും പാർട്ടിയുടെ ബന്ധം അല്ല വേറൊരു കാര്യമുണ്ട്. പാർട്ടിയെ മമ്മൂട്ടി സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ പിണറായി പാർട്ടി സെക്രട്ടറി ആയ സമയത്ത് ഓൾ കേരള അടിസ്ഥാന വലിയ സംഭവം തന്നെ. മമ്മൂട്ടി പിണറായി ഫസ്റ്റ് ടൈം എം പി ആയിരുന്ന സമയത്തിന് ശേഷം MLA ആയിരുന്ന സമയത്തിന് ശേഷം പിന്നെ ഒരു 80s തൊട്ട് മമ്മൂട്ടി സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ മമ്മൂട്ടിയും പിണറായി തമ്മിലുള്ള ബന്ധം മമ്മൂട്ടിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അല്ല പിണറായിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ആക്സെപ്റ്റൻസ് ഉണ്ടാക്കുന്നതിന് എസ്പെഷ്യലി മുസ്ലിം മാസിന്റെ സൈക്കിനൊക്കെ സ്വാധീനിക്കാൻ വലിയ ഗുണമായിട്ടുണ്ട്. പക്ഷേ മമ്മൂക്ക തന്നെ പാർട്ടി വിരുദ്ധനായി കഴിഞ്ഞാൽ ഈ ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. മമ്മൂക്കൊക്കെ പോയാൽ അവർ കിട്ടുന്ന ഒരു സ്വീകാര്യത ഉണ്ട് അവിടെ. അതല്ലാതെ നികേഷിന് ആ സ്വീകാര്യത കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. നികേഷിന് ഇപ്പോൾ അവിടെ പാർട്ടി ലോക്കലായിട്ട് ഏൽപ്പിക്കുന്ന പണികളൊക്കെ കൃത്യമായി ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്തിട്ട് കുറച്ച് കാലം അവിടെ മണ്ണ് കിടന്ന് കളിക്കേണ്ടി വരും. മണ്ണ് കിടന്ന് കളിക്കണം, അച്ഛൻ കിടന്ന് കളിച്ച പോലെ കളിക്കേണ്ട. കാറിൽ പോകാം, ഇന്നോവയിൽ പോകാം, ഇറങ്ങാം. പക്ഷേ നികേഷ് പരിചയമില്ലാത്ത ഒരു ലോകം നികേഷ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം പത്രപ്രവർത്തകന് ആടിനും കഷ്ടപ്പാടും നേരിട്ട് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. റിപ്പോർട്ട് ചെയ്ത് പോരാ. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അതല്ല ഫോളോ അപ്പ് ചെയ്യണം, എസ്പെഷ്യലി കണ്ണൂർ പോലത്തെ സ്ഥലത്ത്. പിന്നെ പാർട്ടി ഗ്രാമങ്ങളുടെ സെൻസിബിലിറ്റി ഉണ്ട്. ഇതിന്നൊക്കെ അകന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണ് അവിടുത്തെ പാർട്ടി ഗ്രാമങ്ങൾ. ആ പാർട്ടി കുറച്ച് ഇപ്പം പഠിച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന സിനിമയിലൊക്കെ തന്നെ പാർട്ടി ഗ്രാമങ്ങൾ കടന്നു വരുന്നുണ്ട്. അടുത്ത് വന്നത് അത് നല്ലൊരു സിനിമ ആയിരുന്നു. അത് ശ്രദ്ധിക്കപ്പെട്ടില്ല, അത് തമാശയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടി ഗ്രാമങ്ങളൊക്കെ നികേഷ് കുറച്ചും സൂക്ഷ്മതയോടുകൂടി ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ സംഘപരിവാറിനെതിരെയുള്ള ശക്തനായ ഫൈറ്റർ എന്നുള്ള ഇമേജ് സുജയ പാർവതി നികേഷ് ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. അത് മുസ്ലിം മാസിനിടയിലൊക്കെ അങ്ങനെ ഗുണം ചെയ്യും. അന്നത്തെ എടുത്തുചാട്ടായിരുന്നു. ഇന്ന് കുറച്ച് അനുഭവങ്ങളുള്ള ഒരു നികേഷാണ്. അനുഭവങ്ങളെ പകം വന്നൊരു നികേഷാണ്. നികേഷ് കണ്ണൂർ ബേസ് ചെയ്തുകൊണ്ട് CPM ഒരു ലീഡർഷിപ്പ് വാക്കും ഉണ്ട്. ഇപ്പം ഒരാളെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു വാക്കുമുണ്ട്. അവിടെ അതിമോഹങ്ങളേക്കൊന്നും പോകല്ലേ. മുഖ്യമന്ത്രി ആവാം, പാർട്ടി സെക്രട്ടറി ആണെന്ന് വിചാരിച്ചേക്കരുത്. പരമാവധി പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറാവാം, കേരളത്തിലെ മന്ത്രിയാവാം, MP ആവാം. ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അതെ.